സമയം പുലർച്ചെ 4:30 മണി ആയിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി. പക്ഷെ ഇന്ന് ഞാൻ രാവിലത്തെ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയതാണ്. 4:50 ബസ് വരുള്ളൂ എങ്കിലും ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി ബസ് കാത്തിട്ടുള്ള നിൽപ്പാണ്. ബസ് വന്ന് ബസ്സിലേക്ക് കയറി നോക്കിയപ്പോൾ ഞാനും കൂടെ ജോലി ചെയ്യുന്ന നേപ്പാളി ആയിട്ടുള്ള സുഹൃത്തും മാത്രമേ ഉള്ളൂ ബസ്സിൽ. ഞങ്ങൾ രണ്ടാളും കുറച്ച് സമയം കാത്തു. രാവിലത്തെ ഭക്ഷണമായ ഗോതമ്പ് പുഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ കഴിച്ചു. അങ്ങനെ ഏകദേശം ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം കഴിയാനായി. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ചൂട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും ചൂടിനൊരു കുറവുമില്ല. ഒരുപാട് സമയം ബസ് കാത്തു നിന്ന്, കുറെ സമയം പുറത്ത് നിന്ന് വെയിൽ കൊണ്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് സമയം കാത്തു നിന്ന് അവസാനം നമുക്ക് പോകേണ്ട ബസ് വന്നിട്ട് ഈ ബസ്സിലാണ് നമുക്ക് കിസീസിലേക്ക്. എയർപോർട്ട് ടണൽ റോഡാണിത്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. വയനാട് തുരങ്കപാത ഏകദേശം ഇതേപോലെയാണെന്ന് പറഞ്ഞത്. കാണാൻ യോഗം ഉണ്ടാവും എന്തോ. ബസ് ഇറങ്ങി നേരെ കിസീസ് മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി. മെട്രോ കയറാൻ വേണ്ടി പോവാണ്. തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ 3 മിനിറ്റിലും ഒരു മെട്രോ വീതം. എത്ര പുതിയ ആൾക്കാരാണെങ്കിലും ഇതിനുള്ളിലേക്ക് വന്ന വഴിയൊന്നും തെറ്റില്ല. അത്ര കറക്റ്റ് ആയിട്ടുള്ള മാപ്പ്. മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ലുലു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ അവിടെ ഇറങ്ങി. ദുബായ് പോലെയല്ല, 2 സൈഡിലും പച്ചപ്പുള്ള, നാടിനെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ. ഞാൻ വന്നത് അലൈനിലേക്കാണ്. എന്റെ സുഹൃത്തായ അസറിന്റെ സംരംഭമായ അസറൻസിന്റെ പുതിയൊരു ബ്രാഞ്ച് അലൈനിൽ ഓപ്പൺ ആകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചതാണ്. 20 കൊല്ലത്തെ പ്രവാസത്തിന്റെ ഇടക്ക് ആദ്യമായിട്ടാണ് ഞാൻ അലൈനിൽ വരുന്നത് കേട്ടോ. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളൊക്കെ കണ്ടു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടുന്ന് ദുബായിലേക്ക് യാത്ര പോരാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ട്. മനസ്സ് പറഞ്ഞു ഇത്രക്കും പച്ചപ്പുള്ള മരുഭൂമിയോ.